ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സച്ചിയുടെയും രേവതിയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോക്കോട്ടോ. അതോടൊപ്പം തന്നെ കഥ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ചെയ്തേരെ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേരെ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ സുധി തന്നെ സവാള അരിയണമെന്ന് രവീന്ദ്രൻ ഓർഡർ ഇടുകയാണ്. അച്ഛാ ഞാനോ എന്നും ചോദിച്ചുകൊണ്ട് മടിയനായ പുത്രൻ ഇങ്ങനെ നിൽക്കുക. എടാ, എല്ലാവരും കൂടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ദേ, നമ്മുടെ വീട്ടിലിരുന്ന് അവരെത്ര ഉത്സാഹത്തോടെ ജോലി ചെയ്യണമെന്ന് നോക്കി അതൊക്കെ നമ്മൾ കണ്ട് പഠിക്കണ്ടേ? സച്ചി, നീയാണോ അടുക്കളയുടെ ഇൻചാർജ് എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോൾ, ഓ ഞാൻ ശിഷ്യൻ, ഇതാണ് ഷെഫ്. അപ്പോൾ ഷെഫേ, എനിക്കൂടെ എന്തെങ്കിലും ജോലി താ, ഞാനിവിടെ സഹായിക്കാം എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ, അയ്യോ അച്ഛന് പണി തരാനല്ലേ, അത് ബെസ്റ്റ് സുധിയാ, അവനോട് ചോദിക്കുക. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതെ അച്ഛൻ പോയി വിശ്രമിക്കുക, ഇത് ഞങ്ങൾ ആൺമക്കൾ നോക്കിക്കോളാം. ആ ശരിയാ, ഘടാഘടികന്മാരായ മൂന്നാം മക്കളുള്ളപ്പോൾ അച്ഛൻ എന്തിനാ ഇവിടെ ജോലി ചെയ്യാൻ നിൽക്കുന്നേ? ചെന്ന് രാജാവിനെ പോലെ വിശ്രമിക്കും, ഭക്ഷണം അവിടെ കിട്ടും എന്ന് സച്ചി പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് രവീന്ദ്രൻ അങ്ങ് പോവുക. നൈസായിട്ട് അച്ഛൻ പോയി. അച്ഛാ സവാള എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി, ദേ സവാള എന്നാ പിടിയടാ, എനിക്കെങ്ങും പറ്റില്ല. അതെന്താ പറ്റാത്തെ? നമുക്കെല്ലാവർക്കും വേണ്ടി കഴിക്കാനല്ലേ. അപ്പോൾ സുധി പറഞ്ഞു, എനിക്ക് വേണ്ട. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞല്ലേ, സുധിയേട്ടൻ ചെയ്യണ്ടെന്നേ, ചെല്ല, ഞാനൊരു സൂപ്പർ വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാം. എടാ, നീ ഇങ്ങനെ പറഞ്ഞാൽ ഇവൻ ജോലിക്ക് പോകാത്തത്, ഇനി നീയും തുടങ്ങിക്കോ. അതെ, ഞാൻ ജോലി മടിച്ചിട്ടൊന്നുമല്ല, എനിക്കിഷ്ടമല്ല ഇത്. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, സച്ചേട്ടൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ, അന്നേരം ഭക്ഷണം വേണ്ടാന്ന് പറയാവോ? എനിക്കിഷ്ടമല്ല. അല്ലെങ്കിൽ ദേ കേട്ടോ, ശ്രുതിക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. ശ്രുതി വന്നു കേട്ടോ ഇതും കേട്ടുകൊണ്ട്. ശ്രുതി പറഞ്ഞതല്ലേ, അപ്പോൾ വെറുതെ എന്താ, ശ്രുതിയുടെ ഒപ്പം തന്നെ അങ്ങോട്ട് കൂടി. എനിക്കും ഇഷ്ടമല്ല. അങ്ങനെ രണ്ടു പേർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഓഹോ, അപ്പം നിങ്ങൾക്ക് വേണ്ടല്ലോ അല്ലേ? ഞങ്ങൾക്ക് ഇഷ്ടമല്ല, പിന്നെ എന്തിനാ വെജ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയും കൂടെ അവിടെ നിന്ന് പോവാണ്. അവസാനം നമ്മുടെ സച്ചി പറഞ്ഞു, അപ്പം മുങ്ങിയ സ്ഥിതിക്ക് ഇപ്പം ഞാൻ അരിയാം, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക, അരിയാം എന്നും പറഞ്ഞുകൊണ്ട് സവാള ഗിരി സവാള അരി എന്നും പറഞ്ഞിട്ട് സവാള അരിയാണ്. അങ്ങനെ അകത്ത് വെജ് ഫ്രൈഡ് റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രവീന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഫ്രൈഡ് റൈസ് എന്തായി ഉടനെ ആകുന്നു വന്ന് അവിടെ നിന്ന് നമ്മുടെ സച്ചി തിരിച്ച് വിളിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് ചന്ദ്രമതിക്കാണേ കണ്ണുകടി. അപ്പോഴേക്കും വർഷ പറഞ്ഞു, ശ്രീകാന്ത് ഉണ്ടാക്കുന്ന ഭക്ഷണമേ സൂപ്പറാ, ഞാനതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ആരും ഇതുവരെ ശ്രീകാന്ത് ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ദേവ് പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇവളങ്ങനെ കഴിച്ചു എന്നും പറഞ്ഞ് ചന്ദ്രമതി മനസ്സിലിങ്ങനെ ഓർക്കാണ്. സൂപ്പറല്ലേ എന്ന് വർഷ ചോദിച്ചപ്പം, അത് പിന്നെ പറയണോ? അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ശ്രീകാന്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനായിട്ട്. അത്രയ്ക്ക് ഹൈപ്പ് കൊടുത്തിട്ടുണ്ട് വർഷ. എല്ലാത്തിൻ്റെ ഒരു തമാശ പറഞ്ഞ് എല്ലാവരും കൂടെ അങ്ങ് ചിരിക്കുക. എൻ്റെ ഇന്നത്തെ ഉറക്കം പോയി കിട്ടി. ഇവരുടെ ബഹളം കാരണം ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. മോലയുടെ ഓർഡർ കിട്ടിയിട്ട് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും പാര വെച്ച് ക്യാൻസൽ ചെയ്യിക്കായിരുന്നു എന്നൊക്കെ പാരയെ ഓർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. സച്ചേട്ടോ, കുറച്ചുകൂടി കനം കുറച്ചരിയ എന്ന് അകത്ത് ശ്രീകാന്ത് ഇങ്ങനെ സച്ചിയോട് പറയാട്ടോ. പിന്നെ അതാണ് കാണിക്കുന്നത്. എടാ, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട, ഞാൻ അച്ഛമ്മയുടെ അടുത്ത് നിന്ന് കുറച്ചധികം പഠിച്ചിട്ടുണ്ട് വേ എന്ന് ശ്രീകാന്ത്. അങ്ങനെ ഭക്ഷണം അവിടെ റെഡിയാവുകയാണ്. ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ശ്രുതിയും കൂടിയിട്ട് ഓർഡർ ചെയ്യാനായിട്ട് നോക്കുകയാണ് ഫുഡ്. അപ്പോൾ അത് വേണ്ട, വെജ് ഫ്രൈഡ് റൈസ് വേണ്ടാന്ന് പറഞ്ഞല്ലോ മടിയനും മടിച്ചിയും കൂടെ. അപ്പോൾ ഇത് ഓർഡർ ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കുക. പക്ഷേ ഒരു കടയിലും ഓർഡർ എടുക്കുന്നില്ല. അവസാനം വല്ല സാൻഡ്വിച്ചെങ്കിലും ഓർഡർ ചെയ്യാനായിട്ട് പറയുകയാണ്. എനിക്ക് അറിഞ്ഞൂടെ ഇത് കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സാൻഡ്വിച്ച് വിശക്കുന്നുമുണ്ട്. അങ്ങനെ സാൻഡ്വിച്ചൊക്കെ ഓർഡർ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഓർഡർ ചെയ്യാൻ റേഞ്ച് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, ഈ രാത്രി ഇത് എങ്ങോട്ടാ? അല്ല, ഫുഡ് ഓർഡർ ചെയ്യാൻ. അല്ല, ശ്രീകാന്തും സച്ചിയും കൂടെ നല്ല ഒന്നാം തരം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്, ഇനി എന്തിനാ വേറെ ഫുഡ്? എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങാൻ നോക്കുക അത് കഴിച്ചിട്ട്. ഞങ്ങൾ ഫ്രൈഡ് റൈസ് കഴിക്കാറില്ല അങ്ങളെ എന്ന് ശ്രുതി പറഞ്ഞപ്പോഴേക്കും, ഓ അത് ശരി, സച്ചി ഉണ്ടാക്കിയത് കൊണ്ടാ? ഓ ശ്രുതി ഇവിടെ നിന്നാലേ റേഞ്ച് കിട്ടത്തില്ല, നമുക്ക് പുറത്തോട്ട് പോയി ഓർഡർ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയം ശ്രീകാന്തും സച്ചിയും കൂടെ എല്ലാവർക്കും ഉള്ള ഫുഡുമായിട്ട് വന്നു. വെജ് ഫ്രൈഡ് റൈസ് ഓരോരുത്തർക്ക് കൊടുത്തു കേട്ടോ, എല്ലാവർക്കും വിളമ്പി കൊടുത്തു. നമ്മുടെ ശ്രുതിയും കൂടെ കയറി വരികയാണ് ആ സമയം അങ്ങോട്ടേക്ക്. എല്ലാവരും അഭിപ്രായമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇവൻ്റെ വയറ്റിനകത്തുനിന്ന് കാറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശ്രുതിയുടെ വയറ്റിനകത്തുനിന്നേ. ഓ വയറിൽ ഗ്യാസ് കയറി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും പറയുന്നതൊക്കെ എല്ലാവരും ഭാമയും ഒക്കെ പറയുന്നത് നല്ല അടിപൊളി അഭിപ്രായമാണ്. നമ്മുടെ ചന്ദ്രമതി ഇതിന് കഴിക്കുകയാണേ.
ഭാമ പറഞ്ഞു ഇത് സൂപ്പറായിട്ടുണ്ട്, ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ മോൻ പാചകം ചെയ്താൽ പിന്നെ ഇങ്ങനെയല്ലേ വരുള്ളൂ എന്നും പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി ഭയങ്കര അഭിമാനത്തോടെ, സുതിമോനെ കുറച്ച് കഴിച്ച് നോക്കടാ. എനിക്ക് വേണ്ടമ്മേ. അപ്പോൾ എല്ലാവരും നന്നായിട്ടുണ്ടെന്ന അഭിപ്രായമാണ് പറയുന്നത്. പെട്ടെന്ന് കഴിക്കുക, ഇനി എടുക്കാനുണ്ട്. ശ്രീകാന്തെ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു, നീ നല്ല ഷെഫാ എന്ന് ദേവ് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അതെ ഞാൻ ഉണ്ടാക്കുന്നത് നീ ആദ്യമായിട്ടല്ലല്ലോ കഴിക്കുന്നത്, അന്ന് നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കി തന്നതല്ലേ. അപ്പോൾ ചന്ദ്രമതി ഇതൊക്കെ എപ്പാ എന്നും പറഞ്ഞ് കണ്ണും തള്ളി ഇങ്ങനെ ഇരിക്കുക. അന്നുണ്ടാക്കിയ ഫുഡിനേക്കാൾ ടേസ്റ്റാണ് ഇത്. അപ്പോൾ വർഷ പറഞ്ഞു, ശ്രീകാന്തിൻ്റെ കുക്കിങ്ങിലാണ് ഞാൻ വീണ് പോയത്. അങ്ങനെ നമ്മുടെ ശ്രുതിയും അവിടെ നിന്ന് മുങ്ങി കേട്ടോ. ശ്രുതി നേരെ പോയത് അടുക്കളയിലേക്കാണ്. ശ്രുതി എവിടെയാണെന്ന് കണ്ടില്ല കേട്ടോ. ശ്രുതി നേരെ അടുക്കളയിലേക്ക് ചെന്നു. നല്ല വെജ് ഫ്രൈഡ് റൈസിൻ്റെ മണം ആഹാന്നും പറഞ്ഞ് പതുക്കെ ആരും കാണാതെ ഒരു പ്ലേറ്റിൽ ഒറ്റയ്ക്കൊരു മൂലയ്ക്ക് പോയിരുന്നിട്ട് തിന്നുവാണ് കേട്ടോ. തിന്ന സമയത്താണ് സ്റ്റോർ റൂമിൽ നിന്ന് ഒരു നിഴലനക്കം. ശ്രുതി ഒന്ന് പേടിച്ചു കേട്ടോ. പക്ഷേ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴേക്കും ആ നിഴൽ മുന്നോട്ട് വന്നു. ആരാ? നമ്മുടെ ശ്രുതിയാണ് കട്ട് തിന്നു വരുന്നത് അകത്ത് വന്ന് സ്റ്റോർ റൂമിലിരുന്നിട്ട്. രണ്ടുപേരും പരസ്പരം നോക്കി ഞെട്ടിത്തരിച്ച് ചമ്മി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നീയും ശ്രുതി യൂറ്റു പിന്നെ രണ്ടുപേരുടെ ഒരുമിച്ചായി സ്റ്റോർ റൂമിൽ. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റിയില്ല, അതാ ശ്രുതി. അതാ ഞാനും. എങ്ങനെയുണ്ട് ഫ്രൈഡ് റൈസ്? സൂപ്പറാ. ശ്രുതിയുടെ അനിയൻ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ കൈപ്പുണ്യം ഉള്ളവനാ. ആരെങ്കിലും വരുന്നതിന് മുമ്പ് പെട്ടെന്ന് കഴിക്കുക. രണ്ടുപേരും കൂടെ പരസ്പരം വാരി കൊടുക്കുകയൊക്കെ ചെയ്യാണ്. ആ സമയത്താണ് നമ്മുടെ സച്ചി വരുന്നത് വെള്ളം കുടിക്കാനായിട്ട്. സച്ചി ഇതുങ്ങളെ കാണുകയും ചെയ്തു. ഇതുങ്ങൾ സച്ചിയെയും കണ്ടു. ഒന്നും മിണ്ടിയില്ല പരസ്പരം. തൊണ്ടേന്നാണെങ്കിൽ ശ്രുതിയുടെ ഫുഡ് പോലും ഇറങ്ങാത്ത അവസ്ഥയാണ്. ആകെ ചമ്മി നാറി ഇങ്ങനെ നിൽക്കുക. സച്ചിയെ 2 ഗ്ലാസ് വെള്ളം എടുത്ത് അവിടെ വെച്ചു. വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോയേ. അങ്ങനെ രണ്ടും കൂടെ കട്ട് നിന്നിട്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഭക്ഷണമൊക്കെ എല്ലാവരും നന്നായിട്ട് കഴിച്ചല്ലോ അല്ലേ, തൃപ്തിയായില്ലേ എന്ന് രവീന്ദ്രൻ ചോദിച്ചു. നമ്മുടെ ശ്രുതി വരെ എമ്പക്കം വിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി പറഞ്ഞു, മിണ്ടാതിരിക്കുക. അപ്പോൾ ചേച്ചിമാരിൽ ഒരാൾ പറഞ്ഞു, എടാ നിൻ്റെ ഹോട്ടൽ എവിടെയാണെന്ന് പറ ശ്രീകാന്ത്, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അവിടെ വന്ന് കഴിച്ചോളാം. അപ്പോൾ ചന്ദ്രപതി ഇങ്ങനെ മനസ്സിലോർക്കും, അയ്യോ ഹോട്ടലിൽ പോയി കഴിക്കാൻ, തെരുവിൽ ഭക്ഷണം കഴിക്കുന്നവരാ ഇനി ഹോട്ടലിലേ കഴിക്കും. എൻ്റെ മോൻ കൊടുക്കണ ഭക്ഷണം എൻ്റെ മോനുണ്ടാക്കുന്ന ഭക്ഷണം പൈസ കൊടുക്കാതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇനി എന്നാ റെസ്റ്റോറൻറ്റ് സ്വയം തുടങ്ങുന്നത്, ഞങ്ങളിനി അവിടെ നിന്ന് കഴിക്കൂന്നൊക്കെ. നിങ്ങളുടെ അടവക്കം മനസ്സിലാവുന്നുണ്ട് എന്ന് ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ കുറ്റവും കുശുമ്പും മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ദേവ് കഴിയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഈ ചേച്ചിമാരൊക്കെ പറയുന്നത് കേട്ടിട്ട് ശ്രീകാന്തിനോട് പറഞ്ഞു, വെജ് ഫ്രൈഡ് റൈസ് കഴിച്ചതിന് ശേഷം ഇവരൊക്കെ നിൻ്റെ ഫാനായി, ഞാനും നിൻ്റെ ഫാനാ എന്നും പറഞ്ഞ് കൈ കൊടുക്കുകയാണ് കേട്ടോ. ചന്ദ്രമതിക്ക് ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ. കൈ കൊടുത്തിരിക്കുന്നു രണ്ടും കൂടി. വർഷയാണേ ഇതിന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പൂ കെട്ടുന്നതിൻ്റെയൊക്കെ. മാല കെട്ടാനല്ലേ ഇടി നീ ഇവിടെ വന്നത്, ചെന്ന് മാല കെട്ടിക്കേ എന്ന് പറഞ്ഞ് ദേവുവിനോട് രേവതി പറഞ്ഞു, ദേവു ഇവിടെ വന്നിരിക്കേ. അങ്ങനെ ദേവു അവിടെ ഇരുന്ന് മാല കെട്ടുക. വർഷയാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുക. വർഷേ മോളെ ഒന്നിങ്ങ് വന്നേ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ മാറി നിന്ന് സംസാരിക്കുക കേട്ടോ. മുറിയിലേക്ക് പോയി നിന്നിട്ട്, അതേ മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആണുങ്ങൾ ചെളി കണ്ടാൽ ചവിട്ടും, വെള്ളം കാണുമ്പോൾ കഴുകും. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ പെണ്ണുങ്ങൾ വേണം ശ്രദ്ധിക്കാനായിട്ട്. ആര് ചെളി ചവിട്ടുകാരിയോ ഈ പറയുന്നേ? അയ്യോ ആരും ചെളി ചവിട്ടിയെന്നല്ല, ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞതാ. അല്ല എന്താ ഇതിൻ്റെ അർത്ഥം എന്നും കൂടെ പറഞ്ഞേ. അതെ, നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മൾ സൂക്ഷിച്ചാൽ പിന്നെ ദുഃഖിക്കേണ്ട. അല്ല ശ്രീകാന്ത് അങ്ങനെ ചെയ്യുന്നല്ല, അവൻ എൻ്റെ മോന. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ശ്രീകാന്ത് നല്ല ശ്രദ്ധയോടെ നടക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാ ശ്രദ്ധിക്കുന്നേ? ഈ പെണ്ണിനെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എന്നിട്ട് കഥകൊക്കെ ക്ലോസ് ചെയ്തിട്ട് പറയുക, എടി നീ ശ്രദ്ധിച്ചില്ലേ ആ ദേവു ശ്രീകാന്തിനോട് ഇടപഴകുന്നത്? കൈയൊക്കെ കൊടുത്ത് സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയ്യോ എന്താ ആൻറ്റി, ശ്രീകാന്ത് ഉണ്ടാക്കിയ ഭക്ഷണം നല്ലതായതുകൊണ്ട് ദേവ് അപ്രീഷിയേറ്റ് ചെയ്തതല്ലേ. പിന്നെ അവളുടെ ഒരു അപ്രീസിയേഷൻ അവൾ പറഞ്ഞില്ലെങ്കിൽ അറിയത്തില്ലേ. അവൾക്ക് പണ്ടേ ശ്രീകാന്തിനൊരു നോട്ടം ഉണ്ടായിരുന്നു. കാർന്നോമാർ ചെയ്ത പുണ്യം കൊണ്ട് അവൻ വീണില്ല. അപ്പോഴേക്കും മോള് വന്ന് കയറിയില്ലോ. അങ്ങനെയൊന്നുമില്ല, അവർ നല്ല ഫ്രണ്ട്സ് അല്ലേ. എന്തിനാ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്? ശ്രീകാന്ത് നല്ലവനായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെന്താ കുഴപ്പം? എൻ്റെ പൊന്നു കൊച്ചേ, നിന്നോട് എങ്ങനെയാണ് പറയുന്നത്? നമുക്കറിയാം ശ്രീകാന്ത് നല്ലവനാന്ന്. പക്ഷെ കാണുന്ന എല്ലാവർക്കും അങ്ങനെ തോന്നുമോ? വേറെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അവൾക്ക് ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലാണോ നമ്മൾ? വർഷമോളുടെ ഭാവിയിൽ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് ഞാനിതൊക്കെ പറയുന്നത്. അയ്യോ അത് ശരി, ഇത്രയേ ഉള്ളോ? ഇതായിരുന്നു ആൻറ്റിയുടെ പ്രശ്നം. ഇത് നേരത്തെ പറയണ്ടേ? ഇതിപ്പോൾ ശരിയാക്കി തരാം, സംശയം ഒന്നും ബാക്കി വെക്കേണ്ട, ഞാൻ ശരിയാക്കി തരാം. ഇങ്ങോട്ട് വാ. അപ്പോഴേക്കും എന്താ ഇത് ഭാവി പ്രശ്നം ഉണ്ടാവുമോ എന്ന് ആലോചിച്ച് ആൻറ്റി വെറുതെ BP കൂട്ടണ്ട. ആൻറ്റി ഇങ്ങ് വന്നേ, ഇതൊക്കെ ഞാൻ സെറ്റാക്കി തരാം വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാണ്.
നമ്മുടെ ശ്രീകാന്ത് ദേവു പൂവൊക്കെ കിട്ടുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണേ. ഓ ദേവു, നീ അടിപൊളിയായിട്ട് ഏട്ടത്തെ പോലെ സൂപ്പറായിട്ട് മാല കെട്ടുന്നുണ്ട് കേട്ടോ. ചുമ്മാ പറയല്ലേ ശ്രീകാന്തേ. അല്ലെന്നേ. അപ്പോഴാണ് നമ്മുടെ വർഷ ചന്ദ്രമതിയും കൊണ്ട് വന്നത്. എക്സ്ക്യൂസ് മീ, എല്ലാവരും ഒരു നിമിഷം ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ വെച്ച് ശ്രീകാന്തും ദേവു ചിരിച്ച് സംസാരിച്ച് കണ്ടപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയോ? ഇത് കേട്ടോ എല്ലാവരും അന്തം വിട്ടു പോയിട്ടോ. എന്തായാലും ചന്ദ്രമതിയാണ് ഇതിന് പിന്നിൽ നിന്ന് രേവതിക്ക് മനസ്സിലായി. ശ്രീകാന്ത് ചോദിച്ചു, വർഷ നീ എന്താ ഈ പറയുന്നത്? നിക്ക് ശ്രീകാന്തേ, ഇവർ രണ്ടുപേരും കൈ കൊടുത്ത് സംസാരിച്ചപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? അപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, മോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു ചെറിയ ക്ലാരിഫിക്കേഷന് വേണ്ടിയാ. ചേച്ചി നിങ്ങൾ പറഞ്ഞേ. ഞങ്ങൾക്ക് തെറ്റായിട്ടൊന്നും തോന്നിയില്ല. നമ്മുടെ ദേവുനെ നമുക്കറിഞ്ഞൂടെ, നല്ല കുട്ടിയാ. ഇവർ തമ്മിൽ സംസാരിച്ചതിനും കൈ കൊടുത്തതിനും ഞങ്ങൾക്ക് എന്ത് തോന്നാനാ എന്ന് ബാക്കി ചേച്ചിമാരൊക്കെ ചോദിച്ചു. വർഷേ, നീ എന്താ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുന്നത്? അതെ, ഡൗട്ട് വന്നത് ക്ലിയർ ചെയ്യണ്ടേ രേവതി ചേച്ചി? അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു, നിനക്ക് ഡൗട്ട് തോന്നിയോ? ഡൗട്ട് എനിക്കല്ല, ശ്രീകാന്തിൻ്റെ അമ്മയ്ക്കാണ്. എന്തായാലും പണി വന്ന വഴി എല്ലാവർക്കും മനസ്സിലായി. ആദ്യ പറഞ്ഞത് എല്ലാവരുടെയും മുന്നിൽ രണ്ടുപേരിങ്ങനെ സംസാരിച്ചാൽ കാണുന്നവർക്ക് അത് തെറ്റായിട്ടൊക്കെ തോന്നുന്നേ. അപ്പോൾ ഇവരൊക്കെ കണ്ടിട്ട് ഇവർക്ക് തോന്നിയോന്ന് അറിയണ്ടേ. എന്തായാലും നമ്മുടെ ചന്ദ്രമതിക്ക് മനസ്സിലായി, മഹാഭാവി അവൾ എന്നെ കുരുക്കിക്കൊണ്ട് ചാടിച്ച് കനലിൽ നടത്തിക്കുക, നിർത്തിപ്പൊരിക്കുക. എന്താമ്മ ഇത് വളരെ മോശമായിപ്പോയി. എടാ ഞാൻ സാധാരണ രീതി പറഞ്ഞതാ എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോഴേക്കും, സാധാരണ രീതി പറയാൻ ദേവുവിനെ കിട്ടിയുള്ളോ എന്ന് സച്ചി ചോദിച്ചു കേട്ടോ. അപ്പോഴേക്കും ദേവതി പറഞ്ഞു, അച്ഛാ ആരോട് എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് എൻ്റെ അനിയത്തിക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലെ ഓരോന്ന് പറയരുതെന്ന് അച്ഛനമ്മയോടൊന്ന് പറഞ്ഞേരെ. എന്തായാലും ശ്രീകാന്തും കുറച്ച് ദേഷ്യത്തിലാണ്. വർഷ പറഞ്ഞു, രേവതി ചേച്ചി കൂൾ ഡൗൺ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അമ്മയ്ക്കൊരു സംശയം വന്നു, നമ്മളത് തീർത്തു കൊടുത്തു. ആൻറ്റി, നിങ്ങളുടെ ജനറേഷൻ കുറച്ച് കൺസർവേറ്റീവ് ആയിരുന്നു, അതാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഒരു പെണ്ണുമാണ് സംസാരിച്ചത്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്കിളിൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വരുമ്പോൾ ആൻറ്റിയായിട്ട് സംസാരിക്കാറില്ലേ? അത് തെറ്റായിട്ട് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്താ വർഷം ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാവരെയും അങ്ങനെ കാണണമെന്നാണ് പറഞ്ഞത്. ആൻറ്റിയുടെ മകനെക്കുറിച്ച് ആൻറ്റിക്ക് എത്രമാത്രം അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നോ പ്രോബ്ലം ആൻറ്റി, പേടിക്കണ്ട. ആൻറ്റി പേടിക്കണ്ട കേട്ടോ, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വർഷം അവിടെ പൂ കെട്ടാനിരുന്നു രേവതിക്കരികിൽ. ആകെ നാണം കെട്ട് തൊലി ഉരിഞ്ഞ് ഇപ്പോൾ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്ന് ചന്ദ്രമതിക്ക് തോന്നിയിട്ടുണ്ട്. ശ്രീകാന്ത് പറഞ്ഞു, അമ്മ കഷ്ടം തന്നെ, ഞാൻ പിന്നീട് സംസാരിക്കാം. ദേവു ഒന്നും വിചാരിച്ചേക്കല്ലേ എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോൾ ദേവു പറഞ്ഞു, സാരമില്ല ശ്രീകാന്തേ, കാരണം ആൻറ്റിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. വർഷം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. സച്ചി പറഞ്ഞു, എല്ലാവരും ജോലി ചെയ്യുക, ഇവർക്കൊന്നും വേറെ ജോലിയില്ല, നമുക്ക് ജോലിയുണ്ടല്ലോ, അത് വിട്ട് കളഞ്ഞേരെ. അപ്പോഴേക്കും രവീന്ദ്രൻ പതുക്കെ ചന്ദ്രമതിയുടെ അരികിലേക്ക് എന്നിട്ട്, ചന്ദ്രയെ ഒന്ന് വന്നേ, അങ്ങനെ അടുക്കളയിലേക്ക് മാറ്റി നിർത്തി കൊണ്ടുപോകും. മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? ആ നല്ല കുട്ടിയെ വെറുതെ മോശക്കാരിയാക്കാൻ നോക്കി നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ടില്ലേ, അപമാനിക്കപ്പെട്ടില്ലേ? ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്ന ചന്ദ്രൻ നിനക്ക്? ആദ്യം നിൻ്റെ വായടയ്ക്ക്, ഇല്ലെങ്കിൽ നീ ഇനിയും നാണം കെടും. നോക്കിക്കോ, എത്ര കിട്ടിയാലും നീ പഠിക്കത്തില്ലല്ലോ. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഇങ്ങനെ ഒരു സാധനം എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനും അങ്ങ് പോവുക. ആകെ പണി കിട്ടി നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. എന്തായാലും രേവതിയോടും ദേവുവിനോടും ഒക്കെ കട്ടക്കലിപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ, കഴിഞ്ഞ കഷ്ടപ്പെടുത്തരുത്. എന്തായാലും അടുത്ത കഥയായിട്ട് കാണാം. സിയോഗി, താങ്ക് യു.